ക്രിസ്തുമസ്. ദൈവം സ്വന്തം വീട് വിട്ട് മനുഷ്യനിലേക്ക് നടത്തുന്ന പുറപ്പാട്. ഒപ്പം ദൈവത്തിന്റെ മനുഷ്യരൂപം കാണാൻ മനുഷ്യൻ നടത്തുന്ന തീർത്ഥാടനവുമാണ് ക്രിസ്തുമസ്. രണ്ടും മനുഷ്യനിലേക്കും മനുഷ്യത്വത്തിലേക്കുമുള്ള പുറപ്പാടാണ്. നീ നിന്നിൽ നിന്നു തന്നെ പുറത്തിറങ്ങാതെ ക്രിസ്തുമസ് യാഥാർത്ഥ്യമാവില്ല. ഈ മഞ്ഞണിഞ്ഞ തണുത്ത രാത്രിയിൽ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ആഴങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗീയ സൈന്യത്തിന്റെ സ്തുതിഗീതികൾ ചെവികളിൽ മുഴങ്ങട്ടെ. ദൈവപ്രസാദമുള്ള മനുഷ്യർ ഉള്ളിലെ ഉണ്ണിയെ കണ്ടെത്തുന്ന രാത്രി. ക്രിസ്നൈ. അടഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. ഭൂലോകനാഥന്റെ അമ്മയാകാൻ നന്ദിയോടോർക്കുന്നു കന്യാസുതർ ഞങ്ങൾ. മേരി മാതാവേ നിൻ ത്യാഗാർപ്പണം. ഓരോ ഗ്രീഷ്മരാത്രിയിൽ വിധാന നക്ഷത്രമേ, അമ്മേ അമരാത്മമേ, സ്വർഗീയ പീഠത്തിൽ അലങ്കാരമേറ്റുന്ന അമ്മേ മനോഹരേ, സ്നേഹാർച്ചനാ അമ്മയ്ക്കേകിടുന്നീതാ ആത്മാവിൽ. നസറത്തു നാട്ടിലെ 13കാരിയായ കന്യക മറിയം. ദൈവഹിതത്തോടുള്ള അവളുടെ മിഴിവാർന്ന സമ്മതമാണ് ക്രിസ്തുമസിന്റെ ഹേതു. ജോസഫ് എന്ന പുരുഷനുമായുള്ള വിവാഹ സ്വപ്നങ്ങൾ നെയ്തിരുന്ന അവളുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടാണ് കൃപ നിറഞ്ഞ ഗർഭധാരണം സംഭവിച്ചത്. സർവശക്തനായവന്റെ രക്ഷാകര പദ്ധതിക്ക് മുന്നിൽ അവൾ കൃപാപൂർവം ശിരസ്സു നമിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ഉള്ളമൊരുകുന്ന നൊമ്പരത്തോടെ സംഘർഷഭരിതമായ രാത്രി, ഉറങ്ങാതെ നേരം വെളുപ്പിക്കേണ്ട മറ്റൊരാൾ ഇതാ ദൈവത്തോട് ആലോചന ചോദിച്ച് ഇവിടെ ഗാഠനിദ്രയിലാണ്. വേളി ചെയ്തു കൂടെ കൂട്ടേണ്ടവൾ മറ്റാരിനാലോ ഗർഭിണിയാണെന്ന് കേട്ടവന് എങ്ങനെയാണ് ഉറങ്ങാനാവുക? അതവന്റെ വിശ്വാസ ദൃഢതയുടെ നേർസാക്ഷ്യമായിരുന്നു. അങ്ങനെ സ്വർഗീയ പിതാവിന്റെ ഭൂമിയിലെ നിഴലായി യൗസേപ്പ് മാറുന്നു. സ്വപ്നങ്ങൾ ത്യജിച്ച് സ്വപ്നം കണ്ടവൻ മാർ യൗസേപ്പ്. ദൈവിക ദർശന ദീപ്തി തൻ താതനെ, ദൈവത്തിൻ പ്രിയനാം നീതിമാനേ. ദൈവിക ദർശന ദീപ്തി തൻ താതനെ, ദൈവത്തിൻ പ്രിയനാം നീതിമാനേ. ദൈവഹിതത്തിനായി സ്വപ്നം കണ്ടു നീ, ദൈവത്തിനായി നൽകി നിൻ ജീവിതം. ദൈവഹിതത്തിനായി സ്വപ്നം കണ്ടു നീ, ദൈവത്തിനായി നൽകി നിൻ ജീവിതം. ദൈവത്തിനായി നൽകി നിൻ ജീവിതം. അങ്ങനെ
സ്വന്തം സ്വപ്നങ്ങൾ ദൈവഹിതത്തിനായി ത്യജിച്ച 2 പേർ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. നിഴലായി കൂടെ നടന്ന് അവൻ, കരം പിടിച്ച് അവളും. നിഴലായി വരുമേ അവനെപ്പോഴുമെൻ കൂടെ, നിറയും സ്നേഹമോടെ നിധി പോലെന്നെ കാത്തിടും. നിഴലായി വരുമേ അവനെപ്പോഴുമെൻ കൂടെ, നിറയും സ്നേഹമോടെ നിധി പോലെന്നെ കാത്തിടും. നിഴലായി വരുമേ അവനെപ്പോഴുമെൻ കൂടെ. യൂദയായിലെ ബെത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കേണ്ടത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണത്. പേരെഴുതിക്കാനായി ഗലീലിയിലെ നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് ഉദരത്തിലുരുവായ ദിവ്യശിശുവുമായി വിശുദ്ധ ദമ്പതികൾ നടത്തിയ കഠിനയാത്ര. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ല. മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബെത്ലഹേമിൽ, മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബെത്ലഹേമിൽ, യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു, ഈ ലോകനാഥന്നിടം തരില്ലേ. യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു, ഈ ലോകനാഥന്നിടം തരില്ലേ. ഒടുവിൽ ഇല്ലായ്മയുടെ വറുതിയിൽ, അവഗണനയുടെ കയ്പിൽ അവർ ഒരിടം കണ്ടെത്തി. കാലികൾ മേയുന്ന പുൽത്തൊഴുത്തിൽ അഭയം തേടിയവർ ദിവ്യരക്ഷകന് ജന്മം നൽകി. കാലചക്രത്തെ 2 പകുത്ത ദിവ്യപിറവി, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. സ്വർഗീയ സൈന്യങ്ങൾ ആർത്തുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മഞ്ഞിൽ, പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. കാവൽ മാലാ
നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്കാണ് സന്തോഷത്തിന്റെ ആ സദ്വാർത്ത ആദ്യം ലഭിച്ചത്. ദാവീദിന്റെ പട്ടണത്തിൽ ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നഗര സൗകര്യങ്ങൾക്ക് പുറത്ത് കാലികൾക്കിടയിൽ പിള്ളക്കച്ചയിൽ ദരിദ്ര മാതാപിതാക്കൾക്കൊപ്പം നിസ്സഹായതയിൽ നിലവിളിക്കുന്ന കുഞ്ഞ് സർവാതിശായിയായ ദൈവമാണെന്ന് ഏതു യുക്തിക്ക് തിരിച്ചറിയാൻ കഴിയും? ആട്ടിടയന്മാരുടെ നിഷ്കളങ്ക ഹൃദയത്തിനല്ലാതെ. അന്നുമിന്നും ദൈവം അങ്ങനെ തന്നെയാണ്. ദൈവത്തെ തിരിച്ചറിയുന്നതിനും ആരാധിക്കുന്നതിനും ഹൃദയം കൊണ്ടുള്ള അന്വേഷണം ആവശ്യമാണ്. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. കിഴക്കു നക്ഷത്രം കണ്ട് രക്ഷകനെ ആരാധിക്കാനെത്തിയ ജ്ഞാനികൾ ആദ്യം കയറിയത് ഹേറോദേസിന്റെ കൊട്ടാരത്തിലാണ്. ആ ദേശത്തെ പരമാധികാര പരിസരത്തിന്റെ വലിമയിൽ രക്ഷകൻ ഉണ്ടാകുമെന്ന വിശ്വാസമായിരുന്നു അതിന് കാരണം. അധികാര പരിസരങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ആഡംബരത്തിലല്ല ദൈവത്തെ തേടേണ്ടത്. അവൻ സമ്പൂർണ്ണ സമർപ്പണത്തിനൊടുവിൽ താനേ തെളിയുന്ന പ്രകാശമാണ്. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു, വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി, മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ഇടയനും താരവുമെന്നു വേണ്ട, പ്രപഞ്ചം മുഴുവനും ബെത്ലഹേമിലെ ആ കാലിക്കൂട്ടിൽ ഒതുങ്ങി നിന്നു. ദിവ്യരക്ഷകന്റെ പാൽപുഞ്ചിരി കണ്ട് പ്രകൃതിയും കൂടെ ചിരിച്ചു. മണ്ണും വിണ്ണും ഒന്നായ രാത്രി, ദൈവദൂതന്മാർ മനുഷ്യരോടൊത്ത് നൃത്തമാടിയ രാത്രി, ദൈവം മനുഷ്യനായി അവതരിച്ച രാത്രി. ക്രിസ്തുമസ്, ഈ ക്രിസ്തുമസ് ഹൃദയത്തിൽ നിറവാർന്ന അനുഭവമാകട്ടെ. കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും, കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും, പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാ